ഐ ജസ്റ്റ് വാണ്ടഡ് ടു പ്രൂവ് സംതിങ്. അതിനെനിക്ക് നിങ്ങളുടെ അഭിപ്രായം വേണം. മോഹൻലാൽ എഴുതിയ പുതിയ ബ്ലോഗിനെ കുറിച്ച്. ദിസ് ഇസ് കബഡി കബഡി ഓൺ ക്ലബ് 94.3 FM and Muzaffir. That's my name. So, what is your opinion? ലാലേട്ടന്റെ ബ്ലോഗ് ഒരു കലാകാരന് അദ്ദേഹത്തെ ഈ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഉള്ളത്. ലെഫ്റ്റനന്റ് കേണൽ ഓണററി പദവിയിലിരിക്കുന്ന അദ്ദേഹം പട്ടാളക്കാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആ വികാരം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് ഒരാൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേജിൽ കയറി തെറി വിളിക്കുന്നത് അത് അതിലും വലിയൊരു തെറ്റാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ പട്ടാളത്തിന്റെ സേവനം എന്ന് പറയുന്നത് നമ്മളെല്ലാം മാനിക്കുന്ന ഒന്ന് തന്നെയാണ്, അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷെ ഈ രാജ്യസ്നേഹം എന്നാൽ പട്ടാളത്തെ പുകഴ്ത്തുന്നതിനേക്കാളും രാജ്യത്ത് നമുക്ക് ഒരുപാട് പേരുണ്ട് നീതി നിഷേധിക്കപ്പെട്ടവര്, പട്ടിണി പാവങ്ങൾക്കുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കൽ കൂടിയാണ് രാജ്യസ്നേഹം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. മോഹൻലാൽ എന്ന് പറയുന്നത് ബേസിക്കലി ഈസ് എ ലെഫ്റ്റനന്റ് കേണൽ അല്ലെ. അപ്പൊ നമ്മൾ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ ഒരു പട്ടാളക്കാരന്റെ ആംഗിളിൽ കൂടെ ചിന്തിക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. അദ്ദേഹത്തിന് ഒരു പട്ടാളക്കാരന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ബ്ലോഗിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാവാം. അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ മാത്രം എടുക്കാം, നല്ലതെല്ലാം തോന്നുന്നത് നമ്മൾ വിട്ടുകളയാം. അല്ലാതെ വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് മോഹൻലാൽ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ചില നടന്മാരൊക്കെ സിനിമയിൽ അണിയുന്ന വേഷങ്ങളും ചെയ്യുന്ന മാനറിസങ്ങളും അനുകരിക്കുകയാണെങ്കിൽ അവരുടെ വാക്കുകൾക്കും സമൂഹത്തിൽ വിലയുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില പ്രസ്താവനകൾ പക്ഷം ചേരുന്നു എന്ന് തോന്നിപ്പിക്കുന്നത് ഒരാൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും തോന്നിപ്പിക്കുന്നതാണെങ്കിൽ അതിൽ ചില കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പട്ടാളക്കാരുടെ മാത്രമല്ലല്ലോ പ്രശ്നങ്ങൾ, ബാക്കിയുള്ള ആൾക്കാരുടെയും പ്രശ്നങ്ങളുണ്ട്. മോഹൻലാല് ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അദ്ദേഹം ആ ഒരു കേണൽ പദവിയിൽ ഇരിക്കുമ്പോൾ പട്ടാളക്കാരെ കുറിച്ച് പറയാനും നമ്മൾ ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനുള്ള എതിർപ്പ് തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അല്ല, ഈ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന സൈനികരാണോ, നിങ്ങളുടെ ഓപ്പറേഷന് ഗ്ലൗ അണിഞ്ഞ് നിൽക്കുന്ന ഡോക്ടറാണോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ മഹത്തായ സേവനം നൽകുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ എന്റെ ചോദ്യം. രണ്ടും ഒരുപോലെ മാത്രമാണെന്ന് പറയേണ്ടി വരും. പ്രജ മുതൽ പ്രധാനമന്ത്രി വരെ അവനവന്റെ ദൗത്യം അന്തസ്സായിട്ട് ചെയ്യുന്ന ഓരോരുത്തരും ജനാധിപത്യ രാജ്യത്തിൽ ഒരുപോലെയാണ് ആവണം. കാരണം എല്ലാം കൂടി ചേർന്നാണ് രാജ്യം എന്ന് പറയുന്നത്. അല്ലാതെ പട്ടാളക്കാരെ മാത്രം നമ്മൾ കൂടുതൽ പ്രിവിലേജ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതാണ് എന്റെ അഭിപ്രായം. ലാലേട്ടൻ കേണൽ പദവി കിട്ടിയതിനു ശേഷം കുറച്ച് പട്ടാള സ്നേഹം കൂടുതലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ധാരണ അനുസരിച്ച് രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ പട്ടാള സ്നേഹമാണ്. അപ്പൊ അതിനപ്പുറമുള്ള ഒരു രാജ്യസ്നേഹമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരാൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ ആരെങ്കിലും അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് രാജ്യസ്നേഹമാണ്. ഇതിൽ ആര് പറഞ്ഞതാണ് ശരി, ആര് പറഞ്ഞതാണ് തെറ്റെന്നൊന്നുമല്ല ഞാൻ നോക്കാൻ പോകുന്നത്. മോഹൻലാലിനെ അനുകൂലിക്കുന്നവരാണോ കൂടുതൽ, മോഹൻലാലിനെ പ്രതികൂലിക്കുന്നവരാണോ കൂടുതലൊന്നും അല്ല ഞാൻ നോക്കാൻ പോകുന്നത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദിസ്. മോഹൻലാലിന്റെ അഭിപ്രായം പറയട്ടെ. ഇനി മോഹൻലാലിനോട് എതിരഭിപ്രായമുള്ളവർ അവരുടെ അഭിപ്രായം പറയട്ടെ. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്കെതിരെ സുരേഷ് ഗോപി എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു. ഇനി തിരിച്ച് മമ്മൂട്ടിക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം മമ്മൂട്ടി പറയട്ടെ. ഞാനിപ്പോ എന്റെ അഭിപ്രായം ഈ രീതിയിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഞാനിപ്പോ ഈ പറഞ്ഞതിലും ചെയ്തതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം നിങ്ങൾ നാളെ ഇവിടെ പറയൂ. കാരണം അപ്പോഴല്ലേ നമ്മുടെ നാട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാവുള്ളൂ, അല്ലേ?